മനസ്സിലാവണില്ല അല്ലേ? സംഭവം വരുന്നല്ല, കാലിക്കറ്റ് വേഴ്സസ് കൊച്ചി. നമുക്കിതിന് രണ്ടും ഡിഫറൻസ് നോക്കിയാലോ? ഞാൻ ഈ ബുക്ക് നിർത്തിച്ചോട്ടെ. 3 വർഷത്തിൽ പ്ലസ് ഞാൻ കൊച്ചിയിൽ നിന്നായിരുന്നു. ഇവിടെ ഞാനൊരു 3 മാസത്തിൻ്റെ അടുത്തായി ഞാനിപ്പോൾ കാലിക്കറ്റ്. സോ ഞാനിവിടെ നിങ്ങൾക്കൊരു 4-3 കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളെക്കുറിച്ച് പറയാം. കൊച്ചി വെച്ച് കമ്പയർ ചെയ്യുകയാണെന്ന് ലിവിങ് എക്സ്പെൻസ് പൊതുവെ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് എക്സ്പെൻസ് ഹൈ ആണ്. ഞാൻ കൊച്ചിയിൽ നിൽക്കുന്ന സമയത്തേക്ക് ഏകദേശം 5,000 റുപ്പീസിൻ്റെ അണ്ടറിൽ എനിക്ക് 3 നേരത്തെ ഫുഡ് അടങ്ങുന്ന 2 ഷെയറിങ് വരുന്ന ഒരു ഹോസ്റ്റലിൽ റെൻറ്റ് വന്നിട്ടുള്ളൂ. മേ ബി 3 ഇയേഴ്സ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും 5,000 അണ്ടറിലാണ്. അവിടെ ഞാൻ നോർമലി ചോദിച്ചു കഴിഞ്ഞപ്പോൾ 5,000 to 5,500 വരെയാണ് പുതിയ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇറ്റ്സ് വർത്ത് അവിടെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വെർത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ ഈ കാണുന്നതാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റൂം, ബാത്റൂം ആയാലും ശരി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സമ്മതിച്ചു. ബട്ട് ഫുഡിൻ്റെ കേസിൽ വരികയാണെന്നുവെച്ചെങ്കിൽ അട്ടർ ഫ്ലോപ്പാണ്. കാരണം ഫുഡ് അലമ്പ് ഫുഡാണ്, അത് വേറെ കാര്യം. പ്ലസ് 5,500 റുപ്പീസിന് 3 ഷെയറിങ് മിനിമം വരുന്നത്, 3 ഷെയറിങ്ങോ 4 ഷെയറിങ്ങോ വരുന്ന റൂം ആയാലും ശരി ഈ 5,500 റുപ്പീസിന് 2 നേരത്തെ ഫുഡേ ഉള്ളൂ. പിന്നെ ഓപ്ഷനിൽ 3 നേരത്തെ ഫുഡിന് നമ്മൾ 6,000 റുപ്പീസ് കൊടുക്കണം പെർ ഹെഡ്. ഈ 6,000 റുപ്പീസിനുള്ള ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് എക്സ്പെൻസ് ഹൈ ആണ്, അത് വേറെ കാര്യം. പ്ലസ് വീട് എടുക്കുന്നവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു റെൻറ്റ് ഹൗസ്. സോ അത് കഴിഞ്ഞ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും, ഒരു 2 months എക്സ്പീരിയൻസ് ചെയ്തിട്ട്. പിന്നെ വരുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ കേസ് പറയുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് കാലിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടം കുറച്ചുകൂടി നേച്ചറുമായിട്ട് നിൽക്കുന്ന സ്പേസാണ്. വെച്ചാൽ ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു നാട്ടുപ്രദേശം എന്നുള്ള ലെവലിലാണുള്ളത്. കൊച്ചി ഒരു എൻ്റയർലി സിറ്റിയാണ്, അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കോർപ്പറേഷൻ വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം ഇവിടെ അതല്ല, ഇവിടെ നമുക്ക് കിണറിലത്തെ വെള്ളം ഉപയോഗിക്കാം, അതുപോലെ തന്നെ കുഴൽക്കിണറുണ്ട്. ഇത് രണ്ടും നമുക്ക് വെള്ളം ഉപയോഗിക്കുന്നത്. കോർപ്പറേഷൻ വെള്ളം ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാറില്ല. ഇവിടെ നോർമലി ഉപയോഗിക്കുന്നത് കുഴൽക്കിണർ ഇതിലത്തെ വെള്ളമാണ്. അതൊരു പ്ലസ് പോയിൻ്റാണ്. അത് ഇവിടെ അല്ല, മീൻസ് ഹോസ്റ്റൽ മാത്രമല്ല മിക്ക വീടുകളിലും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. കാരണം ഇവിടുത്തെ വീടുകളൊക്കെ പറയുന്നത് നമ്മുടെ കൊച്ചിയിലത്തെ പോലെയല്ല. കൊച്ചിയിൽ പറഞ്ഞാൽ നമുക്ക് മതിൽ ടു മതിലാണ് ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്, കുറച്ച് പറമ്പ്, പിന്നെ മതിൽ, വീണ്ടും പറമ്പ്, പിന്നെ വീട്, അങ്ങനത്തെ ആ ഒരു നേച്ചർ ലെവലിലാണ്. നമ്മുടെ നാട്ടുപ്രദേശം പോലെയൊക്കെ തന്നെ ഇവിടെ. പിന്നെ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് കാലിക്കറ്റ്. കൊച്ചിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കൊച്ചി കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ മെട്രോ ഉപയോഗിക്കാം, ബസ് ഉപയോഗിക്കാം. ഇനി അതും വേണ്ട, ഊബർ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. കാരണം എല്ലാ ലൊക്കേഷൻ ഈ ഒരു ലെവലിലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഒരു മെട്രോയുടെ ഒരു പില്ലർ മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ഉള്ളൂ. അതും ബുദ്ധിമുട്ടല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂ ടേൺസിലുണ്ട്, ഈസിയാണ്. കാരണം 1 വേസാണ് വരുന്നത്. ഇവിടെ എനിക്ക് വന്നപ്പോൾ ബുദ്ധിമുട്ട് ചെയ്ത് ഒന്ന്, ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ വരുന്നത് മെട്രോമെറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ ബസ് കയറണമെങ്കിൽ ഹൈലൈറ്റ് വരെ പോകണം. അല്ലാതെ എനിക്ക് ബസ് കിട്ടും, പക്ഷേ ഏത് ടൈമിലാണ് നമുക്കൊരു പിടുത്തില്ല. നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ എന്തെങ്കിലും ബസ്സില്ല, ഹൈലൈറ്റ് വരെ പോകണം. ഹൈലൈറ്റ് പോയി കഴിഞ്ഞാലും അവിടെയും അത്യാവശ്യം ബ്ലോക്കും തിരക്കുള്ള ഏരിയയാണ്. ഒന്ന് നമുക്കറിയാം, ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ഉണ്ട്, ഹൈലൈറ്റ് മോളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബിസിനസ് തിരക്കുള്ള ഏരിയയാണ്. സൺഡേസിൽ നിന്ന് ഒരു പക്ഷേ 6 വരിപ്പാതയിൽ കൂടെ പോണ വണ്ടിക്ക് ഹൈലൈറ്റിൻ്റെ അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം പോലീസ് അവിടെ നിന്ന് നേരെ തൊണ്ടയാടിക്ക് പറഞ്ഞേക്കും ആൾക്കാർ. എന്നിട്ട് അവിടുന്ന് ആൾക്കാർ റിട്ടേൺ അടിച്ചിട്ട് 2.5-3 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരേണ്ട അവസ്ഥയാണ് ഉണ്ടാവാറ്. ഹൈലൈറ്റിക്കൊക്കെ വരുന്ന അവസ്ഥയാണ് ഉണ്ടാവാറ് സർവീസ് റോഡ് വഴി. സോ ട്രാൻസ്പോർട്ടേഷൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടം. കോഴിക്കോട് ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ പക്ഷേ ഈസി ആവാം. പക്ഷേ ഈസി ആയാൽ പോലും നമുക്ക് തൊട്ടപ്പുറത്തുള്ള സ്പേസിലേക്ക്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് മെട്രോമെറ്റ് അടുത്താണെങ്കിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ പോകണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഹൈലൈറ്റ് പോയി വളഞ്ഞെത്തണം. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഈ ലൊക്കേഷനിലേക്ക് വരണമെങ്കിൽ എനിക്ക് 2 ഓപ്ഷനുള്ളത്. ഒന്ന്, ഞാൻ വന്ന വഴി തിരിച്ച് വരിക, അല്ലെങ്കിൽ ഞാൻ നേരെ പന്തീരങ്കാവ് ടോൾ പ്ലാസ പോയി അവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് പോയി വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങോട്ട് എത്തണം. ഈ 6 വരിപ്പാതകളുണ്ടൊരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അത് ഹൈവേ വരുമ്പോൾ എന്തെങ്കിലും നോർമലാണ്. പക്ഷേ ഇത് ബാധിക്കുന്നത് ബൈക്കാർ പിന്നെയും കുഴപ്പമില്ല, നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോമെറ്റ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആൾ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആ ആൾക്ക് ഇപ്പുറത്തേക്ക് എത്തണം വെച്ചെങ്കിൽ ആൾ ഒന്നല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്തായാലും ഒരു 100 എന്തായാലും ആവും മിനിമം. അതല്ല വെച്ചെങ്കിൽ ആൾ പിന്നെ ഇവിടുന്ന് 1.5 കിലോമീറ്റർ ബാക്കോട്ട് ഹൈലൈറ്റ് വരെ നടന്ന് പിന്നെ അവിടെ തിരിച്ചിങ്ങോട്ട് ഈ ഒരു സർവീസ് റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇവിടെയാണ് കയറി വരേണ്ടത്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തു. പിന്നെ അടുത്ത് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ക്ലൈമറ്റ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് കൊച്ചിയിൽ കുറച്ചും കൂടി ചൂട് കുറവ് പോലെ ഫീൽ ചെയ്തായിരുന്നു. ഇവിടെ മോർണിംഗ് ഒക്കെ കിട്ടിയതാണ്. മോർണിംഗ് നമുക്ക് നല്ലൊരു വൈബ് കിട്ടും. കാരണം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നാട്ടുപ്രദേശമായതുകൊണ്ട് ആ ഒരു ഫീലുണ്ട്, സുഖം.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ഫീലാണ്. പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ നിൽക്കുന്ന സ്പേസിൽ നിന്ന് ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് പോകും. ആ ടൈമിലൊക്കെ കിടിലൻ വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ കുട പിടിച്ചിട്ടും കാര്യമില്ല, അമ്മാതിരി ചൂടാണ് ഇരിക്കുക. അതൊക്കെ ഒരു ഭയങ്കര ഹൈ ആണ്, ചൂട് ഭയങ്കര ഹൈ ആണ് ഇവിടെ. പക്ഷെ കൊച്ചിയിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം ചൂട് അധികം ഫീൽ ചെയ്യില്ല. ഒന്ന് മെട്രോയുടെ പില്ലറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര കണ്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ ഇവിടെ ഭയങ്കര ഹൈ ചൂടാണ്, എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ കൊച്ചിത്തെ പോലെ വെള്ളം കയറുന്ന സിറ്റുവേഷൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഒരു പക്ഷേ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുമായിരിക്കും. ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. കാരണം അവിടെ തൊട്ടപ്പുറത്ത് തോടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഒരു എടുത്തു പറഞ്ഞൊരു കാര്യം വെച്ചാൽ നമുക്ക് കൊച്ചിയിൽ നമുക്കൊരു ചെറിയൊരു തോടും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കറുത്ത കളറിലെ അതിൽ വെള്ളം ഉണ്ടാവുള്ളൂ, അഴുക്കും വെള്ളം. ഇവിടുത്തെ തോടിൽ മീനുകളാണ് പോകുന്നത്. അതും ഈ പാലാടി ജംഗ്ഷനിലുള്ള മീനുകളാവും മൊത്തം പോകുന്നുണ്ടാവുക. വേസ്റ്റും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല, ബട്ട് ക്ലീൻ വാട്ടറാവും. നമുക്ക് ഇവിടെ നോക്കി അടിഭാഗം കാണും. ക്ലീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഫീൽ കിട്ടും. പിന്നെ ഫുഡ് പറയുകയാണെങ്കിൽ ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്ത കുറച്ച് ഹോട്ടലുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കത്ര ഹൈപ്പ് ഫീൽ ചെയ്തിട്ടില്ല ഇവിടെ. ഒരു പക്ഷേ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ടാവാം, മേ ബി ഞാൻ എക്സ്പ്ലോർ ചെയ്ത ഒരു പക്ഷേ ഞാനും പറയുമായിരിക്കും. പക്ഷേ വെൻ കമ്പയർ ടു കൊച്ചി എനിക്ക് സെയിം ലെവൽ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഈവൻ ഞാൻ മന്തി കഴിച്ചു നോക്കി, എനിക്ക് ജെനുവിൻലി പറയാലോ, അൽറീവിനെ മുട്ടിക്കാൻ ഇവിടെ മന്തി ഷോപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ആകെ 2-3 സ്പോട്ടിൽ നിന്നിട്ട് ഞാൻ കഴിച്ചു നോക്കി. 3 സ്പോട്ട് എന്ന് വെച്ചാൽ ഒരു സ്പോട്ട് നമ്മൾ കഴിക്കാറുള്ള സ്പോട്ട് തന്നെയാണ് അറേബ്യൻ പാലസ്. അത് നമ്മുടെ കൊച്ചിയിലുള്ളതാണ്. അതല്ലാണ്ട് ഞാൻ എക്സ്ട്രാ ഇവിടുത്തെ നെഹദി മന്തി കഴിച്ചു നോക്കി. അതുപോലെ തന്നെ മന്തി ഹൗസ് പറഞ്ഞ ഷോപ്പിൽ നിന്നും മന്തി കഴിച്ചു നോക്കി. മന്തി ഹൗസത്തെ റൈസ് കിടലിനായിരുന്നു. പക്ഷേ ഞാൻ നോർമൽ ചിക്കൻ്റെ ആളാണ് കേട്ടോ, അവരുടെ കാര്യം. അത് കുറച്ച് അലമ്പായിരുന്നു. ബട്ട് നെഹദി ചിക്കൻ ഈസ് ബെസ്റ്റ് ഇവിടുത്തെ കേട്ടോ. റൈസ് കുറച്ച് ബോറായിരുന്നു കമ്പയർ ടു മന്തി ഹൗസ്. പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അൽറീം ഇസ് ഫാർ ബെറ്റർ കൊച്ചിത്തെ. ഇനി ഇവിടുത്തെ കുറേ ഫുഡ് സ്പോട്ടൊക്കെ ട്രൈ ഔട്ട് ചെയ്യണം. ഒരു പക്ഷേ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ സ്പോട്ടുകൾ എനിക്ക് മാറ്റി പറയേണ്ടി വരും. കാരണം നമ്മൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവാൻ പറ്റുള്ളൂ. സോ ഞാൻ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. പിന്നെ ബിരിയാണിയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു 2-3 സ്പോട്ടിലത്തെ. സാഗർ പറഞ്ഞ ഹോട്ടലിലത്തെ ബിരിയാണിയൊക്കെ ട്രൈ ഔട്ട് ചെയ്ത്. സോ അവിടുത്തെ ബിരിയാണിക്ക് റൈസൊക്കെ കിടലിനാണ്, അടിപൊളിയാണ്. പിന്നെ ഞാനൊരു ലഗൂൺ ചിക്കൻ്റെ ഫാനല്ല, അതുകൊണ്ട് എനിക്ക് ആ ഒരു ചിക്കൻ്റെ ഒരു ഇത് ഫീൽ ചെയ്തായിരുന്നു. ലഗൂൺ ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല സ്പോട്ടാണ് കേട്ടോ. അതുപോലെ എടുത്തു വരേണ്ട ഒരു സ്പോട്ട് സെയ്ത്തൂണത്തെ ബീഫ് ബിരിയാണി ട്രൈ ചെയ്തു. അതിലത്തെ റൈസിനേക്കാൾ ബെറ്റർ അടുത്ത ബീഫ്. ആ ബീഫ് ബിരിയാണിത്തെ കിട്ടില്ല ബീഫ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ഫുഡിൻ്റെ കേസ്. ഞാൻ ഫുഡ് എന്തായാലും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൊച്ചിനെ വെച്ച് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഫുഡ് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. കൊച്ചിയിൽ എക്സ്പെൻസ് ആണ് ഫുഡിൻ്റെ കേസ്. കൊച്ചിയിൽ നമ്മളൊരു 150, 120, 110 റുപ്യ കൊടുക്കുന്ന റൈസ് അല്ലെങ്കിൽ ഒരു ഊണ് ഇവിടെ നമുക്ക് 60 റുപ്യക്ക് കിട്ടും. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഊണ് കിട്ടുന്ന സ്പോട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ഡെയിലി ഊണ് കഴിക്കുന്ന ഒരു സ്പോട്ടുണ്ട്. അവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡെയിലി ഒരേ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ഫുഡ് വയ്ക്കുന്നത്. ഇവിടെ വെച്ച് കൊച്ചിയിൽ വെച്ച് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ എക്സ്പെൻസ് കുറവാണ് ഫുഡിൻ്റെ കേസിൽ. എല്ലാ ഫുഡിൻ്റെ അല്ല, നമ്മൾ നോർമലി ഡേ ബൈ ഡേ കഴിക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ട്രൈ ഔട്ട് ചെയ്താൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ കേസിൽ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ആൾക്കാരുടെ പെരുമാറ്റം എനിക്ക് ഒരു ജെനുവിനായിട്ടൊരു കാര്യം തോന്നിയെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റമായാലും ശരി എനിക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് ഫീൽ ചെയ്തായിരുന്നു. കുറച്ചും കൂടിയും കമ്പനിയാണ് ആൾക്കാർ. കൊച്ചിയിലത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല മയത്തിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. അതെനിക്ക് തോന്നി നല്ല അടിപൊളിയാണ് ആ ഒരു കാര്യത്തിൽ. കൊച്ചിയിൽ കുറച്ചും കൂടി റൂഡായിട്ട് സംസാരിക്കുന്ന ടീംസാണ്. കൊച്ചിയിൽ വെച്ച് എനിക്ക് നല്ല ഫീൽ ചെയ്തായിരുന്നു. കാരണം ഞാൻ ത്രീ ഇയേഴ്സ് ഞാൻ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അവിടുത്തെ ആൾക്കാരെക്കാൾ കുറച്ചും കൂടി നല്ല മയത്തിൽ നമുക്ക് കമ്പനിയായി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. മീൻസ് ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റൂഡായി സംസാരിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഇതുവരെ എനിക്ക് ഇവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടി സ്നേഹമുള്ള ആൾക്കാരൊന്നും ഫീൽ ചെയ്തായിരുന്നു. സ്നേഹം മീൻസ് കുറച്ചും കൂടി കമ്പനി ബേസ്ഡ് സംസാരിക്കുന്ന ആൾക്കാരൊന്നും ഫീൽ ചെയ്തായിരുന്നു. സോ അത്രയേ ഉള്ളൂ കൊച്ചി വേഴ്സസ് കാലിക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോട്. സോ ഇനി ഇതുപോലത്തെ കാലിക്കറ്റ് കൊച്ചി തമ്മിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതാണ്. സോ ഇതുവരെയുള്ള ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ പേജ് ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് ഡിസ്കസ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.